നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില അനുകൂല കാര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അതിന് ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ടതായ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 1 ആണ്. രണ്ടാമത്തേതായ നമ്പർ 7 ആകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ ഭാഗ്യാനുഭവങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന പ്രാർത്ഥനയോടെയും എന്താണോ തടസ്സപ്പെട്ട് നിൽക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലണം എന്നും ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് പ്രാർത്ഥിക്കൂ. ഏവരും പ്രാർത്ഥിച്ചതിന് ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ തന്നിരിക്കുന്നതായ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് ആകർഷണം തോന്നിയതായ നമ്പർ, ആ നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കണ്ടതായ നമ്പറാണ് എങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വധിക്കൂ. അല്ലെങ്കിൽ ആ ദേവതയോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയാണ് എങ്കിലും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ 1 ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാക്കുന്നു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം വ്യക്തത ചില കാര്യങ്ങളിൽ പുലർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളായി നോക്കുകയാണ് എങ്കിലും ചിന്താഗതിയിൽ പോലും പല കാര്യങ്ങളിലും ഒരു വ്യക്തത കൈവരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഒരു അവ്യക്തത തോന്നിയാൽ പോലും അതിൽ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ അവ്യക്തതയോടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കാതെ അതിനൊരു ഉത്തരം ലഭിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നവരാണ്, കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റുള്ളവരെ ചതിക്കുക എന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ സാധിക്കാത്ത വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. ചതിക്കാത്ത വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെറ്റ് എപ്പോഴെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിഷമതകൾക്ക് കാരണമായി തീരാം. ഞാൻ അപ്രകാരം പ്രവർത്തിച്ചല്ലോ എന്ന ചിന്ത പലപ്പോഴും നിങ്ങളെ വേട്ടയാടാം. അത്തരം ചില വിഷമതകൾ മനസ്സിൽ ഉള്ളവർ തന്നെയാകും നിങ്ങൾ. മനസമാധാനം ജീവിതത്തിൽ ലഭിക്കണം എന്നതിനാൽ തന്നെ മനസ്സിൽ വയ്ക്കാതെ പല കാര്യങ്ങളും പറയുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത് അത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ എത്ര പ്രശ്നമുള്ള കാര്യമാണ് എങ്കിലും ആ പ്രശ്നത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുത്താതെ ബുദ്ധിപൂർവം ആ കാര്യങ്ങളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നത് പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. വളരെയധികം മികച്ച പ്രകടനങ്ങൾ പല കാര്യങ്ങളിലും കാഴ്ചവയ്ക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം.
അത് തൊഴിൽപരമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കർമ്മവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും മികച്ചത് നൽകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാറുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ശക്തിയോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുള്ളതായ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അതിൽ ഒരിക്കലും തളരുന്ന വ്യക്തികളല്ല എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഏത് കാര്യം സംഭവിക്കുകയാണ് എങ്കിലും അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്നതിനാൽ തന്നെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അത്തരം കാര്യങ്ങളെ നേരിടുവാൻ സാധിക്കുന്നവരാണ്. കഴിവുകളിൽ വിശ്വാസം വളരെയധികം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലാത്തതിനാൽ തന്നെ ഒരു വ്യക്തിക്ക് തെറ്റ് സംഭവിക്കുകയാണ് എങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില സമയങ്ങളിൽ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകും എങ്കിലും അത് വലിയ ശത്രുതയിലേക്കോ ചില ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിനോ കാരണമായിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു അവസരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ബിസിനസ് ആകാം, തൊഴിലാകാം, അത്തരത്തിൽ ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധമോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം ചില വിജയങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്. ചില ആഗ്രഹങ്ങൾ മനസ്സിൽ വളരെയധികം സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആഗ്രഹ സാഫല്യം ഉണ്ടാകണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി നിങ്ങളെ പറയാം. അത്തരത്തിലൊരു ലക്ഷ്യമോ ഒരു ആഗ്രഹമോ നിങ്ങളിൽ നടക്കുന്നതായ സാഹചര്യം സംഭവിക്കാം. പല കാര്യങ്ങളിലും നിങ്ങളെ വിഷമങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിനൊരു വലിയൊരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണോ അനുഭവിക്കുന്ന പ്രശ്നം അതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ആശങ്കകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ലഭിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരാം എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും വരുമാനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വിഷമതകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഒരു പുതിയ വരുമാന മാർഗം തുറന്ന് ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ് എങ്കിലും നിങ്ങളിലേക്ക് അനുകൂലമായി തീരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ലഭിക്കുകയോ ലാഭം നേടുവാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങുകയോ ധനപരമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു പുരോഗതിക്കുള്ള അവസരവുമാകാം. പോസിറ്റീവായ ഊർജം നിങ്ങളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ലഭിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ളതായ മോചനം സാധ്യമാവുകയോ ചെയ്യുന്ന സമയമാണ്. ഉന്മേഷം നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് എങ്കിൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ വിഷമതകൾ അതൊരു ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന പിണക്കമാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഉടലെടുത്തിരിക്കുന്ന സംശയങ്ങളാകാം, വ്യക്തത കുറവാകാം. ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ദൂരീകരിക്കുവാൻ സാധിക്കും. അതായത് പ്രശ്നങ്ങളെ തുറന്ന് സംസാരിക്കുന്നതിലൂടെ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു സന്തോഷം അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.
നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് എന്തുകൊണ്ട് അവസരങ്ങൾ നൽകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പല അർഹതപ്പെട്ടതായ കാര്യങ്ങളും ലഭിക്കുന്നില്ല എന്ന്. അതിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. അവസരങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കണം. വന്നു ചേരുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. കാരണം പോസിറ്റീവായ ഊർജം തന്നെയാണ് കടന്നു വരുന്നത്. അതിനാൽ നെഗറ്റീവായ ചിന്തകൾ, അത്തരം പ്രേരണകളുണ്ട് എങ്കിൽ അവ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തേതായ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പോസിറ്റീവായ ഊർജം, ഒരു പോസിറ്റീവായ ചിന്താഗതി, ശുഭാപ്തി വിശ്വാസം പല കാര്യങ്ങളിലും പുലർത്തുന്നവരാണ് നിങ്ങൾ എന്ന് പറയാം. വെറുതെ ഇരിക്കുക എന്നത് ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സമയം വെറുതെ കളയുന്നത് താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയും ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നത് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഊർജ്ജസ്വലരായ വ്യക്തികളാണ് എങ്കിലും പല അവസരങ്ങളിലും നിങ്ങളുടെ ഊർജം നഷ്ടമായി പോകുന്ന സാഹചര്യമുണ്ട്. വിചാരിക്കുന്ന ഊർജം ലഭിക്കാത്തതായ അവസ്ഥ. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പുതു കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളെയും കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകമായ കഴിവ് സിദ്ധിച്ചിട്ടുള്ള വ്യക്തികളാണ്. പല കാര്യങ്ങളിലും അത് ബിസിനസ് സംബന്ധമാണ് എങ്കിലും, ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പുതിയ ചിന്താഗതികൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പുതു കാര്യങ്ങൾ തങ്ങളെ വിശ്വസിക്കുന്നവർക്ക് നൽകണം. അല്ലെങ്കിൽ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ആത്മാർത്ഥത എപ്പോഴും പുലർത്തുന്നവരും വേണ്ടപ്പെട്ടവർക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും റിസ്ക് എടുക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. അതിൽ യാതൊരു ഭയവും നിങ്ങൾക്കില്ല. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പരിചിതമല്ലാത്തതായ വഴികളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത സാഹചര്യങ്ങളുമാകാം. അത്തരം കാര്യങ്ങളിൽ പോലും നിങ്ങൾ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്നവരാകാം. അത്തരത്തിൽ റിസ്ക് വളരെയധികം പല കാര്യങ്ങളിലും എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പ്രതിസന്ധികൾ പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥ, പല കാര്യങ്ങളിലും വെല്ലുവിളികൾ നിറഞ്ഞതായ സാഹചര്യം. ഈ സമയം നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, കർമ്മങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് പോലും ഉത്സാഹം നൽകുകയും മറ്റുള്ളവരെ പോലും തളർത്താതെ മുന്നോട്ട് നയിക്കുവാൻ സാധിച്ചിട്ടുള്ളവരാണ്. പല അവസരങ്ങളിലും നിങ്ങളുടെ വാക്കുകൾ പലർക്കും രക്ഷയായി മാറിയിട്ടുണ്ട്. എന്നാൽ അതിനുള്ള നന്ദി അവർക്കുണ്ടോ എന്നത് സംശയം തന്നെയാണ്. ഇല്ല എന്ന് പറയാം. പലരെയും മുന്നിൽ നിന്നും നയിക്കുവാൻ, അല്ലെങ്കിൽ മുന്നിൽ നിന്നും നയിക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്നവരായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനായി കഠിനമായ പരിശ്രമങ്ങൾ നടത്തുവാനും ആ കാര്യങ്ങൾ അനുകൂലമാക്കണം എന്ന ആഗ്രഹം, അത്യധികം ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നവരായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. ഒരു മടിയും ഇല്ലാത്തവരായി, അല്ലെങ്കിൽ മടി ജീവിതത്തിൽ സ്ഥാനം അർഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും അത് സാധ്യമാകാറില്ല എന്നതും വാസ്തവമാണ്. താല്പര്യമില്ലാത്ത വ്യക്തികളോട് അകന്നു നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. തീരുമാനങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരണം ആഗ്രഹിക്കുന്നവരാണ്.
ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകണം എന്ന് ചിന്തിച്ചാൽ പോലും പലപ്പോഴും നിർഭാഗ്യം വേട്ടയാടുകയും നിങ്ങൾക്ക് അർഹമായി ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും ലഭിക്കാതെ വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാം. അത് നിങ്ങൾ പോലും ചിന്തിക്കാത്തതായ ചില പിന്തുണയോ അവസരങ്ങളോ ആകാം. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഓഫർ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതുമാകാം. വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരാജയങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധൈര്യത്തോടെ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായും വളരെയധികം സ്ഥാനക്കയറ്റം, അല്ലെങ്കിൽ തൊഴിൽപരമായും നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച നേടിയെടുക്കുവാനുള്ള അവസരങ്ങളുണ്ട്. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. പങ്കാളിയുമായുള്ള ചില പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്നതാകാം. നിർഭാഗ്യം വേട്ടയാടുകയും ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് പോലും ചിന്തിക്കുന്ന അവസരങ്ങളിൽ നിന്നും ഭാഗ്യം ചില കാര്യങ്ങളിൽ തുണയ്ക്കുന്നതുമാകാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവസരങ്ങൾ സിദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങളും അടയ്ക്കപ്പെട്ടിരുന്നു. അത് ചിലരുടെ തീരുമാനത്താലോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ നിർഭാഗ്യത്താലോ നിങ്ങൾക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വഴികൾ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ സമയം എന്താണോ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഈശ്വരന്റെ ഒരു സംരക്ഷണം നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം സിദ്ധിക്കുന്ന സമയമാണ്. നെഗറ്റീവായ ഊർജത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു അത്ഭുതമായി തോന്നുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അനുകൂലമാവുകയും അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയായി അത് മാറുകയും ചെയ്യാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യം, ഈ സമയം നെഗറ്റീവായ ചിന്തകൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല, നിങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുക്കണം. പോസിറ്റീവായി ചിന്തിക്കണം. ഏത് കാര്യത്തിലും പോസിറ്റീവായ മനോഭാവം കൊണ്ടുവരണം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഈ സമയം പോസിറ്റീവായി തന്നെ എടുക്കുകയും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യാം. അല്ലാത്തതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് അനിവാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നതായ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളോ ആണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിട്ടുകളയേണ്ടതും അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സന്തോഷ വാർത്തകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങളിലേക്ക് വന്നു ചേരാം. ആ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.